Dear students, welcome to the class of Mechanics of Fluids. In this class, I am starting the 5th module and these are the topics given in the 5th module. 5th module mainly divided into two parts. First part is boundary layer theory and second part is dimensional analysis. And here we will be discussing the topics introduction to boundary layer theory, growth of boundary layer over a flat plate and then boundary layer thickness. First part introduction to boundary layer theory. This boundary layer theory this concept introduce ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഫ്ലോ റീജിയൻ രണ്ട് സെപ്പറേറ്റ് റീജിയൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമെന്നുള്ള കൺസെപ്റ്റിൽ വരുന്നതാണ്. രണ്ട് സെപ്പറേറ്റ് റീജിയൻസ് എന്ന് വെച്ചാൽ അവിടെ കറസ്പോണ്ടിങ് ഗവേണിംഗ് ഇക്വേഷൻസ് എന്തായിരിക്കും ഡിഫറൻ്റ് ആയിരിക്കും. ഒരു റീജിയനിൽ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആയിരിക്കും ഗവേൺ ചെയ്യുന്നത് ഫ്ലോന, അതിൻ്റെ ഔട്ടർ റീജിയനിൽ എന്തായിരിക്കും വേറെ സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആയിരിക്കും ഗവേണിംഗ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഗവേണിംഗ് ഇക്വേഷൻസ് ഡിഫറെൻ്റ് എന്ന് വെച്ചാൽ അവിടെ ഡോമിനേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ആ ഡോമിനേറ്റിംഗ് ഫാക്ടേഴ്സ് അതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. When a real fluid flows past a solid body or a solid wall, the fluid particles adhere to the boundary and a condition of no slip occurs. This means that velocity of fluid close to the boundary will same as that of the boundary. If the boundary is stationary, the velocity of fluid at the boundary will be 0. ഒരു ഫ്ലൂയിഡ് യൂണിഫോം വെലോസിറ്റിയിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്. യൂണിഫോം വെലോസിറ്റി അതിൻ്റെ വാല്യൂ യു ആണ് ഞാൻ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഫ്രീ സ്ട്രീം വെലോസിറ്റി ഞാൻ യു എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതെന്താണ് യൂണിഫോം വെലോസിറ്റിയാണ്. യൂണിഫോം വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ് സെയിം തന്നെയാണ്. ആരോ വിട്ടിട്ട് ഞാൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. ഇനി ആ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന ആ റീജിയനിൽ എന്നിട്ട് ഒരു സോളിഡ് ബൗണ്ടറി ഉണ്ട്, ഒരു സോളിഡ് ബോഡി ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു സോളിഡ് ബൗണ്ടറി. ഇതിൻ്റെ നോ സ്ലിപ്പ് കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ആ സോളിഡ് ബൗണ്ടറിയുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ആ സോളിഡ് ബോഡിയുടെ സെയിം വെലോസിറ്റി ആയിരിക്കും. അതായത് ഈ ഒരു സർഫസിൽ വരുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ആ സോളിഡ് ബോഡിയുടെ സെയിം വെലോസിറ്റി. അത് നോ സ്ലിപ്പ് കണ്ടീഷനാണ്. ഈ സോളിഡ് ബോഡി സ്റ്റേഷനറി ആണെങ്കിൽ, സോളിഡ് ബോഡി സ്റ്റേഷനറി മീൻസ് അതിൻ്റെ വെലോസിറ്റി 0. അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും 0 ആയിരിക്കും. നോ സ്ലിപ്പ് കണ്ടീഷൻ. ഓക്കെ, ഇനി അതുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി 0 ആയി, ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി 0. ഇനി അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും മീൻസ് ഡയറക്റ്റായിട്ട് സോളിഡ് ബോഡിയായിട്ട് കോണ്ടാക്ട് ഇല്ല, ആ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും 0 ആയിരിക്കുക ഇല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ വെലോസിറ്റിയും 0 ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്ലോ അവിടെ ഇല്ല. അതിനെന്തായിരിക്കും ഫ്ലൂയിഡ് പാർട്ടിക്കിളിന് സർട്ടൈൻ വെലോസിറ്റി ഉണ്ടാവും. ഇതുമായിട്ട് കോണ്ടാക്ട് വരുന്നതിൻ്റെ വെലോസിറ്റി 0, അതിൽ നിന്ന് മുകളിലോട്ട് പോകുന്നതോറും എന്താണ് വെലോസിറ്റി ഇൻക്രീസ് ഉണ്ട്. ഓക്കെ, ഫാർദർ അവേ ഫ്രം ദി ബൗണ്ടറി ദ വെലോസിറ്റി വിൽ ബി ഹയർ ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് വേരിയേഷൻ ഓഫ് വെലോസിറ്റി ദ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് du/dy വിൽ എക്സിസ്റ്റ്. ഓക്കെ, ഇവിടെ 0 വെലോസിറ്റി ആയി കോണ്ടാക്ട് വരുന്നെടുക്കുക. പിന്നെ മുകളിലോട്ട് പോകുന്നതോറും എന്താണ് വെലോസിറ്റി ഇൻക്രീസ് ആണ്. അതിൻ്റെ മീനിങ് എന്താ, വെലോസിറ്റി ഗ്രേഡിയൻ്റ് ഉണ്ട്. വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് ചേഞ്ച് ഇൻ ലെങ്ത്. ഞാനിവിടെ ഡയറക്ഷൻ എടുത്തിരിക്കുന്നത് y ആണ്. ഇതാണ് y ഡയറക്ഷൻ. ഈ സോളിഡ് ബോഡിയിൽ നിന്ന് y ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ട്. ഇവിടെ 0 ആണ്, പിന്നെ അങ്ങോട്ട് എന്താണ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. അതാണ് ആ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. മീൻസ് ചേഞ്ച് ഇൻ ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് വെലോസിറ്റി ചേഞ്ച് ഉണ്ട്. Okay, the velocity of fluid increases from 0 velocity on the stationary solid boundary to free stream velocity of fluid in the direction normal to the solid boundary. ഓക്കെ, ആദ്യം ഞാൻ നോ സ്ലിപ്പ് കണ്ടീഷൻ പറഞ്ഞു. ഇവിടെ കോണ്ടാക്ട് വരുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി 0 ആണ്. ഇനി അതിന് തൊട്ട് മുകളിലൊരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ നോക്കുക. അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും 0 ആയിരിക്കില്ല, പക്ഷേ ഫ്രീ സ്ട്രീം വെലോസിറ്റി ആയിരിക്കുക. ഫ്രീ സ്ട്രീം വെലോസിറ്റി u, അപ്കമിങ് സ്ട്രീമിൻ്റെ വെലോസിറ്റിയാണ് ഫ്രീ സ്ട്രീം വെലോസിറ്റി. അതും ആയിരിക്കില്ല, 0 ആയിരിക്കില്ല, ഫ്രീ സ്ട്രീം വെലോസിറ്റിയും ആയിരിക്കില്ല. പക്ഷെ എന്തായിരിക്കും അതിന് തൊട്ട് മുകളിലെ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു റിട്ടാർഡേഷൻ ഫീൽ ചെയ്യും. കാരണം അതിൻ്റെ തൊട്ട് താഴെയുള്ള പാർട്ടിക്കിൾ സ്റ്റേഷനറിയാണ്, 0 വെലോസിറ്റിയാണ്. മീൻസ് എന്ത് ചെയ്യും,
ആ ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യും, അതിൻ്റെ തൊട്ട് മുകളിലുള്ള പാർട്ടിക്കിളിനെ റിട്ടാർഡ് ചെയ്യും. ബിക്കോസ് ഇവിടെ ഫ്ലോ ചെയ്യുന്ന റിയൽ ഫ്ലൂയിഡാണ്. വിസ്കസ് എഫക്റ്റ് അവിടെ വന്നു. ഫ്ലൂയിഡിന് വിസ്കോസിറ്റി ഉണ്ട്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ടു മോഷൻ. ഓക്കെ, ഈ ഒരു വെലോസിറ്റി ചേഞ്ച് വരാനുള്ള കാരണം എന്താണ്? ഫ്ലോ ചെയ്യുന്നത് റിയൽ ഫ്ലൂയിഡാണ്. റിയൽ കേസ് മീൻസ് വിസ്കോസ് ഫ്ലൂയിഡാണ് ഫ്ലോ ചെയ്യുന്നത്. ഐഡിയൽ കേസ് ആകുമ്പോൾ പിന്നെ പ്രശ്നം വരുന്നില്ല. ഐഡിയൽ കേസ് എന്ന് വെച്ചാൽ സീറോ വിസ്കോസിറ്റി. പക്ഷേ പ്രാക്ടിക്കലി എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ഫ്ലൂയിഡിനും എന്തുണ്ട്? വിസ്കോസിറ്റി ഉണ്ട്. അതുകൊണ്ട് അതിന് തൊട്ട് മുകളിലെ ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സീറോ ആയിരിക്കില്ല, അതിനൊരു വാല്യൂ ഉണ്ടാവും. ഇനി അതിൽ നിന്ന് മുകളിലോട്ട് പോകുന്നു ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ. ഓക്കെ, അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്തായിരിക്കും? ആ സെക്കൻഡ് പാർട്ടിക്കിളിനെക്കാട്ടിയും ഹയർ വെലോസിറ്റിയിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അതായത് സോളിഡ് ബോഡിയിൽ നിന്ന് മുകളിലോട്ട് പോകുന്തോറും അതിൻ്റെ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ ഫ്ലോ വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്ത് വരും. അതായത് വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇൻക്രീസസ് ഫ്രം സീറോ വെലോസിറ്റി ഓൺ ദി സ്റ്റേഷനറി ബൗണ്ടറി ടു ദി ഫ്രീ സ്ട്രീം വെലോസിറ്റി. അത് ആ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലെത്തുന്ന സമയത്ത് ഏത് വാല്യൂവിനെത്തും? ഫ്രീ സ്ട്രീം വെലോസിറ്റി. അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ അനാലിസിസിന് എടുക്കുന്നത് 0.99 ടൈംസ് ഫ്രീ സ്ട്രീം വെലോസിറ്റി, അല്ലെങ്കിൽ 99% ഓഫ് ഫ്രീ സ്ട്രീം വെലോസിറ്റി എത്തും. ഇവിടെ 0, പിന്നെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് 0.99 ടൈംസ് ഫ്രീ സ്ട്രീം വെലോസിറ്റി. ഓക്കെ, ആ ഒരു റീജിയനിലെത്തും. പിന്നെ എന്തായിരിക്കും ആ ഒരു വെലോസിറ്റി എന്ന് പറയുന്നത്? പിന്നെ വേരിയേഷൻ ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഈ സെക്ഷൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അല്ല, വെലോസിറ്റി വെക്ടറാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ ഈ ആരോ റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്താണ്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഇവിടെ 0, പിന്നെ ആരോൻ്റെ ലെങ്ത്ത് കൂടി പോകുന്നുണ്ട്. ഒരു ലൊക്കേഷന് ശേഷം പിന്നെ എന്താണ്? ആരോൻ്റെ ലെങ്ത്ത് സെയിം ആണ്. ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിന് ശേഷം പിന്നെ വെലോസിറ്റി എന്താണ്? സെയിം. ഓക്കെ, എല്ലാ ലൊക്കേഷനിലും എല്ലാ റീജിയനിലും എന്താണ്? വൈ ഡയറക്ഷനിലും എല്ലാ ലൊക്കേഷനിലും സെയിം വെലോസിറ്റിയാണ്. മീൻസ് ആ വെലോസിറ്റി വേരിയേഷൻ ഫെൽറ്റ് ചെയ്യുന്നത് ഒരു ചെറിയ റീജിയനിൽ മാത്രമാണ്. 0ന്ന് ആ ഫ്രീ സ്ട്രീം വെലോസിറ്റി അല്ലെങ്കിൽ 0.99 ടൈംസ്, കറക്റ്റായിട്ട് നമ്മൾ അനാലിസിസിൽ ഉപയോഗിക്കുന്ന ടേം എന്ന് വെച്ചാൽ 0.99 ടൈംസ് ഫ്രീ സ്ട്രീം വെലോസിറ്റി. ആ വെലോസിറ്റിയിൽ എത്തുന്ന ആ ഒരു ചെറിയൊരു റീജിയൻ ഉണ്ട്, അല്ലെങ്കിൽ ആ വെലോസിറ്റി വേരിയേഷൻ വൈ ഡയറക്ഷനിൽ വെലോസിറ്റി വേരി ചെയ്യുന്ന ഒരു ചെറിയൊരു റീജിയൻ ഉണ്ട്. ഓക്കെ, this variation of velocity from 0 to free stream velocity in the direction normal to the solid boundary takes place in a narrow region in the vicinity of solid boundary. This narrow region of fluid is called boundary layer. ഓക്കെ, ഞാൻ പറഞ്ഞ ഈ ഒരു റീജിയൻ, അതായത് ഇവിടെ 0 വെലോസിറ്റി, പിന്നെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് ആ ഫ്രീ സ്ട്രീം വെലോസിറ്റി, ആ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഫീൽ ചെയ്യുന്ന ഒരു ചെറിയൊരു റീജിയൻ. ഓക്കെ, അതിനെയാണ് ബൗണ്ടറി ലെയർ റീജിയൻ എന്ന് പറയുന്നത്. ആ റീജിയന് പുറത്ത് പോയാൽ പിന്നെ എന്താണ്? വെലോസിറ്റി എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. പിന്നെ വെലോസിറ്റി വേരിയേഷൻ ഇല്ല, വെലോസിറ്റി ഗ്രേഡിയൻറ്റ് പിന്നെ അവിടെ വരുന്നില്ല. ആ ഗ്രേഡിയൻറ്റ് വരുന്നൊരു ചെറിയ റീജിയൻ ഉണ്ട്, അതിനെ പറയുന്ന പേരെന്താണ്? ബൗണ്ടറി ലെയറാണ്. ഓക്കെ, ഇതിന് ബൗണ്ടറി ലെയർ ഡിഫൈൻ ചെയ്തു. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? എന്തിനാണ് ഇങ്ങനെ ഒരു ബൗണ്ടറി ലെയർ തിയറി എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, അത് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ വരാനുണ്ടായ കാരണം എന്താണ്? അതാണ് അതിന് പറയാൻ വേണ്ടി പോകുന്നത്. അക്കോർഡിംഗ് ടു ബൗണ്ടറി ലെയർ തിയറി, ദ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ഇൻ നെയ്ബർഹുഡ് ഓഫ് ദി സോളിഡ് ബൗണ്ടറി മേ ബി ഡിവൈഡഡ് ഇൻറ്റു 2 റീജിയൻസ്. ഫസ്റ്റ് വൺ, എ വെരി തിൻ ലെയർ ഓഫ് ഫ്ലൂയിഡ് കോൾഡ് ബൗണ്ടറി ലെയർ in the immediate neighborhood of the solid boundary, where the variation of velocity from 0 at the solid boundary to free stream velocity in the direction normal to the solid boundary takes place. In this region, velocity gradient du by dy exists and fluid exert a shear stress on the wall in the direction of motion. The value of shear stress is given by tau is equal to mu into du by dy. ഓക്കെ, ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് അതിന് പറയുന്നത്. ഒരു ഫ്ലോ നടക്കുന്നുണ്ട്, അവിടെ എന്തുണ്ട്? ഒരു സോളിഡ് ബൗണ്ടറി ഉണ്ട്, സോളിഡ് ബോഡി ഉണ്ട്. ഓക്കെ, ആ കേസിൽ നമുക്ക് ആ ഫ്ലോ റീജിയനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ആ സോളിഡ് ബൗണ്ടറിയുടെ ഇമ്മീഡിയറ്റ് വിസിനിറ്റിയിൽ വരുന്ന ഒരു റീജിയൻ, അതാണ് ബൗണ്ടറി ലെയർ റീജിയൻ എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ട്? ആ വെലോസിറ്റി ഗ്രേഡിയൻറ്റ്, ഇതിൻ്റെ സർഫസിൽ 0 വെലോസിറ്റി, പിന്നെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്തോറും വെർട്ടിക്കൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് ഫ്രീ സ്ട്രീം വെലോസിറ്റി എത്തുന്നത്. ഓക്കെ, ആ ഒരു റീജിയൻ, ആ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഫീൽ ചെയ്യുന്ന റീജിയൻ, അതാണ് ബൗണ്ടറി ലെയർ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ആ വെലോസിറ്റി ഗ്രേഡിയൻ്റ് ഉണ്ട്. ആസ് എ റിസൾട്ട് എന്തുണ്ടാവും?
ഷിയർ സ്ട്രെസ്. ഇവിടെ ആ വെലോസിറ്റി ഗ്രേഡിയൻറ്റിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി, അല്ലെങ്കിൽ അവിടെ വിസ്കസ് എഫക്ട്സ് ഡൊമിനേറ്റ് ചെയ്യുന്നൊരു റീജിയൺ ആണത്. അല്ലെങ്കിൽ ആ വിസ്കസ് എഫക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. വിസ്കസ് എഫക്റ്റ് അതിന് പ്രൊപ്പോർഷണലായിട്ട് ആയിരുന്നുണ്ടാവും ഷിയർ സ്ട്രെസ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ആ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. എന്താണ്? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ആണ്. മ്യൂ എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ്, ഡി യു ബൈ ഡി വൈ വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ഓക്കെ, രണ്ട് റീജിയനായിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഫസ്റ്റ് റീജിയൻ എന്ന് പറയുന്നത് ആ സോളിഡ് ബൗണ്ടറിയുടെ ഇമ്മീഡിയറ്റ് വിസിനിറ്റിയിൽ വരുന്ന റീജിയൻ. അവിടെ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് സിഗ്നിഫിക്കൻ്റ് ആണ്. ആസ് എ റിസൾട്ട് എന്തുണ്ടാവും? ഷിയർ സ്ട്രെസ് ഉണ്ടാവും. ഷിയർ സ്ട്രെസ്സിൻ്റെ എഫക്റ്റ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ ഒരു റീജിയനാണ് ബൗണ്ടറി ലെയർ റീജിയൻ. ഓക്കെ, ഇതിൻ്റെ മെയിൻ റീസൺ എന്താണ്? ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി തന്നെയാണ്. ഇനി സെക്കൻഡ് റീജിയൻ, ദ റിമൈനിങ് ഫ്ലൂയിഡ് വിച്ച് ഈസ് ഔട്ട്സൈഡ് ദി ബൗണ്ടറി ലെയർ. അതാണ് സെക്കൻഡ് റീജിയനായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ദ വെലോസിറ്റി ഔട്ട്സൈഡ് ദി ലെയർ ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഈസ് ഈക്വൽ ടു ഫ്രീ സ്ട്രീം വെലോസിറ്റി. ഇനി ഞാൻ ആ ബൗണ്ടറി ലെയറിൻ്റെ പുറത്തോട്ട് പോയി. ആ സമയത്ത് എന്താണ്? ഈ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഞാൻ മുകളിലോട്ട് എവിടെ നോക്കിയാലും എന്താണ്? ലൊക്കേഷനിലെ വെലോസിറ്റി എന്ന് പറയുന്നത് ഫ്രീ സ്ട്രീം വെലോസിറ്റി. ഓക്കെ, പിന്നെ ഇവിടെ ആരോന് ഡിഫറൻസ് ഇല്ല, ആരോൻ്റെ ലെങ്ത് ചേഞ്ച് ചെയ്യുന്നില്ല ഔട്ട്സൈഡ് ബൗണ്ടറി ലെയർ. മീൻസ് എന്താ? അവിടെ വെലോസിറ്റി ഗ്രേഡിയൻ്റ് ഇല്ല. ഞാൻ വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടോ? ഇല്ല, വെലോസിറ്റി സെയിം ആണ്. അവിടെ വെലോസിറ്റി ഗ്രേഡിയൻ്റ് ഇല്ല. ആസ് ദർ ഈസ് നോ വേരിയേഷൻ ഓഫ് വെലോസിറ്റി ഇൻ ദിസ് റീജിയൻ, the velocity gradient du by dy become 0. As a result, shear stress is 0. ഇതിൻ്റെ മീനിങ് എന്താണ്? ഈ ബൗണ്ടറി ലെയറിന് പുറത്ത് എനിക്ക് ഷിയർ സ്ട്രെസ്സിൻ്റെ എഫക്റ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ബൗണ്ടറി ലെയറിൻ്റെ അകത്ത് എന്താണ്? വെലോസിറ്റി ഗ്രേഡിയൻറ്റ് സിഗ്നിഫിക്കൻ്റ് ആണ്. അവിടെ ഷിയർ സ്ട്രെസ്സിൻ്റെ എഫക്റ്റ് കൺസിഡർ ചെയ്യണം. ഇവിടെ ഷിയർ സ്ട്രെസ്സിൻ്റെ എഫക്റ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. മീൻസ് നമുക്കെന്താ? ഇൻവിസിഡ് ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യുക, നോൺ വിസ്കസ് ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യുക. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി 0 എന്നല്ല മീനിങ്. വിസ്കസ് ഫ്ലൂയിഡ്, റിയൽ ഫ്ലൂയിഡാണ് ഫ്ലോ ചെയ്യുന്നത്. ഫ്ലൂയിഡിന് വിസ്കോസിറ്റി ഉണ്ട്. പക്ഷേ എന്താണ്? വെലോസിറ്റി ഗ്രേഡിയൻ്റ് അവിടെ സിഗ്നിഫിക്കൻ്റ് അല്ലാത്തതുകൊണ്ട് ഇവിടെ എന്തൊക്കെ ചെയ്യുക? ഇൻവിസിഡ് ഫ്ലോ ആയിട്ട്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഫ്ലോ ആയിട്ട് എനിക്ക് അതിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഗവേണിംഗ് ഇക്വേഷൻസ് എന്തായിരിക്കും? ബൗണ്ടറി ലെയറിൻ്റെ അകത്തെ ഗവേണിംഗ് ഇക്വേഷൻസ് അവിടെ എന്തായിരിക്കും? വിസ്കസ് എഫക്റ്റ് ഡൊമിനേറ്റ് ചെയ്യുന്നുണ്ട്. ആരായിരിക്കും? നെവിയർ സ്റ്റോക്സ് ഇക്വേഷൻ ആയിരിക്കും അവിടുത്തെ ഗവേണിംഗ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ ആവുന്ന സമയത്തോ ഔട്ട്സൈഡ് ബൗണ്ടറി ലെയർ, അവിടെ ആവുന്ന സമയത്ത് പൊട്ടൻഷ്യൽ ഫ്ലോ, അല്ലെങ്കിൽ ഐഡിയൽ കേസ് നമുക്ക് ഉപയോഗിക്കാം. ഓയിലേഴ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ, ഇവിടുത്തെ പ്രഷർ ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബെർണോളിസ് ഇക്വേഷൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് തന്നെയാണ് ഈ ബൗണ്ടറി ലെയർ തിയറിയുടെ മെയിൻ യൂസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടേഷൻ കുറക്കുക. അല്ലെങ്കിൽ ഈ ഒരു തിയറി വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഈ എൻറ്റയർ റീജിയണിൽ ആര് സോൾവ് ചെയ്യേണ്ടി വരും? നാവിയർ സ്റ്റോക്സ് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ, പണ്ട് ഈ ഹൈ കപ്പാസിറ്റി കമ്പ്യൂട്ടേഴ്സൊക്കെ വരുന്നതിന് മുമ്പേ കാൽക്കുലേഷൻസൊക്കെ എന്താണ്? മാനുവലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നാവിയർ സ്റ്റോക്സ് ഇക്വേഷൻ ഇത്രയും റീജിയണിൽ മാനുവലി സോൾവ് ചെയ്യാൻ എന്താണ്? ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ ഒരു കൺസെപ്റ്റിലോട്ട് എത്തി വരുന്നത്. ഇവിടെ നമുക്ക് എന്താണ്? കാൽക്കുലേഷൻസ് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു നാവിയർ സ്റ്റോക്സ് ഇക്വേഷൻസ് നമുക്ക് ഈ ഒരു ഷോർട്ടർ ലെങ്ത്തിൽ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ സോൾവ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതിൻ്റെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്, അനാലിസിസിൻ്റെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ബൗണ്ടറി ലെയർ കൺസെപ്റ്റിലോട്ട് എത്തിയിരിക്കുന്നത്. മെയിനായിട്ട് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ്. ഈ ഒരു റീജിയനിൽ എന്താണ്? ഷിയർ സ്ട്രെസ് നമ്മൾ ഡൊമിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് അനാലിസിസിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, ഷിയർ സ്ട്രെസ് കൊണ്ടെന്തുണ്ടാവുന്നുണ്ട്? ഡ്രാഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മെയിനായിട്ട് ഇതിൻ്റെ യൂസസ് വരുന്നതെന്ന് വെച്ചാൽ എയറോഡൈനാമിക് സിസ്റ്റത്തിൻ്റെ ഡിസൈൻ, അതിലൊക്കെയാണ് ബൗണ്ടറി ലെയറിൻ്റെ യൂസ് മെയിനായിട്ട് വരുന്നത്. അടുത്ത ടോപ്പിക്ക് ഗ്രോത്ത് ഓഫ് ബൗണ്ടറി ലെയർ ഓവർ എ ഫ്ലാറ്റ് പ്ലേറ്റ്. ഓക്കെ, ബൗണ്ടറി ലെയറിൻ്റെ എന്താണ് ബൗണ്ടറി ലെയർ എന്ന് പറഞ്ഞു, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറഞ്ഞു. അടുത്ത പഠിക്കാനുള്ളത് ഗ്രോത്ത് ഓഫ് ബൗണ്ടറി ലെയർ ഓവർ എ ഫ്ലാറ്റ് പ്ലേറ്റ്. അതായത് ഫ്ലോ സ്ട്രീമിൽ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിലെങ്ങനെയാണ് ബൗണ്ടറി ലെയർ ഡെവലപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഗ്രോത്ത്. ബൗണ്ടറി ലെയർ ഡെവലപ്പ് ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞ മാതിരി തന്നെയാണ്. കൺസിഡർ ദ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ഹാവിങ് ഫ്രീ സ്ട്രീം വെലോസിറ്റി u over a smooth thin plate which is flat and placed parallel to the direction of free stream of fluid. അതായത് ഒരു ഫ്രീ സ്ട്രീം വെലോസിറ്റി വരുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ u ആണ്. ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് അത് ഫ്ലോ ഡയറക്ഷന് പാരലായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് ഫ്ലോ ഡയറക്ഷന് പാരലായിട്ട് വെച്ചിട്ടുണ്ട്. സ്മൂത്ത് പ്ലേറ്റ് ആണ്.
പിന്നെ ഇതിൽ നേരത്തെ പറഞ്ഞ കണക്ക് നോ സ്ലിപ്പ് കണ്ടീഷൻ ഉണ്ടാവും. ദ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഓൺ ദി സർഫസ് ഓഫ് ദ പ്ലേറ്റ് ഷുഡ് ബി ഈക്വൽ ടു വെലോസിറ്റി ഓഫ് പ്ലേറ്റ് മീൻസ് നോ സ്ലിപ്പ് കണ്ടീഷൻ. ആ വരുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യും, ഇതിൻ്റെ സോളിഡ് സർഫസുമായിട്ട് കോണ്ടാക്റ്റ് വരും. അത്തരം ആ കോണ്ടാക്റ്റ് വരുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ സ്റ്റേഷനറി പ്ലേറ്റ് ആയതുകൊണ്ട് അതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0 വെലോസിറ്റി, ദാറ്റ് ഈസ് നോ സ്ലിപ്പ് കണ്ടീഷൻ. ഇനി അറ്റ് എ ഡിസ്റ്റൻസ് away from the plate the fluid is having certain velocity, thus velocity gradient is set up in the fluid near the surface of the plate. This velocity gradient develops shear resistance which retards the fluid. Thus the fluid within a uniform free stream velocity u is retarded in the vicinity of solid surface of the plate and the boundary layer region begins up at the sharp leading edge. ഓക്കെ, ഞാൻ പറഞ്ഞു ഇവിടെ കോണ്ടാക്ട് വരുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 വെലോസിറ്റിയാണ്. പക്ഷേ അതിന് തൊട്ടും അഡ്ജസൻ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഈ ഒരു സെക്ഷൻ, ഞാൻ ഈ ഒരു സെക്ഷനിലാണ് ഇപ്പം വരച്ചിരിക്കുന്നത്. ഈ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ 0 വന്നു. അതിന് ശേഷം ഇനി ഒരു വെലോസിറ്റി, അതുപോലെ മുകളിലോട്ട് പോകുന്നതോറും എന്താണ് വെലോസിറ്റി കൂടി വരും. ഒരു ലൊക്കേഷനിലെത്തുന്ന സമയത്ത് എന്താവും, പിന്നെ ആ വെലോസിറ്റി ഗ്രേഡിയൻ്റ് ഇല്ല. ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ വരെ മാത്രമേ ആ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് വൈ ഡയറക്ഷനിൽ വെലോസിറ്റി ചേഞ്ച് ഇല്ലൂ. പിന്നെന്താണ് വെലോസിറ്റി ഫ്രീ സ്ട്രീം വെലോസിറ്റിയിലോട്ട് അത് പോയി. ഓക്കെ, ദ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഡെവലപ്പ് ഷിയർ സ്ട്രെസ് വിച്ച് റിട്ടാർഡ് ദി ഫ്ലൂയിഡ്. അതായത് നേരത്തെ പറഞ്ഞ തന്നെയാണ്, ആ ഒരു വെലോസിറ്റി ഗ്രേഡിയൻ്റ് ഉണ്ടാകുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ആ വെലോസിറ്റി ചേഞ്ച് ഇവിടെ 0, പിന്നെ അടുത്തതിന് ചെറിയ വെലോസിറ്റി, പിന്നെ കൂടിയ വെലോസിറ്റി മീൻസ് ഓരോ ഫ്ലൂയിഡ് പാർട്ടിക്കിളും അതിൻ്റെ മുകളിലെ ഫ്ലൂയിഡ് ലെയറിന് എന്താണ് റിട്ടാർഡ് ചെയ്യുന്നു. ഓക്കെ, ബിക്കോസ് ഓഫ് ഷിയർ റെസിസ്റ്റൻസ്. അതുകൊണ്ട് ആ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ സ്റ്റാർട്ടിങ്ങിലോട്ടിട്ട് എന്താണ് ആ ബൗണ്ടറി ലെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ബൗണ്ടറി ലെയർ എന്ന് വെച്ചാൽ നമുക്ക് ആ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഫീൽ ചെയ്യുന്ന ആ ഒരു റീജിയൺ. അറ്റ് സബ്സീക്വൻറ്റ് പോയിൻറ്റ്സ് ഡൗൺ സ്ട്രീം ദ ലീഡിങ് എഡ്ജ് ദ ബൗണ്ടറി ലെയർ റീജിയൻ ഇൻക്രീസസ് ബിക്കോസ് റിട്ടാർഡഡ് ഫ്ലൂയിഡ് ഈസ് ഫർദർ റിട്ടാർഡഡ്. ദിസ് ഈസ് റെഫേർഡ് ടു ആസ് ഗ്രോത്ത് ഓഫ് ബൗണ്ടറി ലെയർ. ഓക്കെ, ഞാനിപ്പം ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്, ഈ ഒരു സെക്ഷനിൽ ഞാൻ വരച്ചിട്ടുണ്ട്, വെലോസിറ്റി വേരിയേഷൻ വരച്ചു. ഇനി ഞാൻ അടുത്ത സെക്ഷനിലോട്ട് പോകുന്നു. അടുത്ത സെക്ഷനിലോട്ട് പോയിട്ട് ഈ ഫസ്റ്റ് പാർട്ടിക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ വെലോസിറ്റി ഇപ്പുറത്ത് ചെക്ക് ചെയ്താൽ എന്തായിരിക്കും, ഇവിടെയില്ല ഈ സെയിം വെലോസിറ്റി ആയിരിക്കുമോ ഇവിടെ? ഇല്ല, അത് ക്ലിയർ ആകുന്ന എന്തായിരിക്കും, അവിടെയില്ല വെലോസിറ്റിനെക്കാട്ടിയും ചെറിയ വെലോസിറ്റി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. കാരണം എന്ന് വെച്ചാൽ ആ റിട്ടാർഡ് ചെയ്ത ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എലോങ് ദ ലെങ്ത് മൂവ് ചെയ്യുന്ന സമയത്ത് ഫർദർ പിന്നെയും റിട്ടാർഡ് ചെയ്യുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് അതിൻ്റെ വെലോസിറ്റി കുറവായിരിക്കും, സെയിം ഹൈറ്റിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, പിന്നെ അടുത്ത ലൊക്കേഷനിൽ പോകുന്ന സമയത്തോ ഇതിനെക്കാട്ടി വെലോസിറ്റി കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ എന്താ ഈ ഒരു വെലോസിറ്റിനെക്കാട്ടിയും കുറവായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതിൻ്റെ മീനിങ് എന്താ, എലോങ് ദ ലെങ്ത് ഞാൻ ഇങ്ങോട്ട് പോകുന്നതോറും എനിക്ക് ആ ഫ്രീ സ്ട്രീം വെലോസിറ്റി എത്തണമെങ്കിൽ ഡിസ്റ്റൻസ് കൂടുതൽ വേണം. ഓക്കെ, മീനിങ് മനസ്സിലായിട്ടുണ്ടെന്ന് ഇരിക്കുന്നത്. കാരണം ആ റിട്ടാർഡഡ് ഫ്ലൂയിഡ് തന്നെ പിന്നെയും റിട്ടാർഡ് ചെയ്യുന്നു എലോങ് ദി ലെങ്ത് ഓഫ് ദിസ് ഫ്ലാറ്റ് പ്ലേറ്റ്. മീൻസ് എനിക്ക് ഇവിടുന്ന് ഈ ഒരു ഡിസ്റ്റൻസിൽ മൂവ് ചെയ്തിട്ട് ഫ്രീ സ്ട്രീം എത്തണമെങ്കിൽ എന്താണ് കുറച്ചും കൂടെ ഡിസ്റ്റൻസ്, ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്യേണ്ടി വരും. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ റിട്ടാർഡഡ് ഫ്ലൂയിഡാണ് പിന്നെയും റിട്ടാർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ ഒരു സെക്ഷൻ നോക്കുന്നുണ്ടെങ്കിലോ, ഈ ഒരു കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഇവിടെ വന്ന് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വെലോസിറ്റിനെക്കാട്ടിയും കുറവായിരിക്കും ഇവിടെ വെലോസിറ്റി ഉണ്ടാവുക. മീൻസ് വെലോസിറ്റി ഗ്രാജുവലായിട്ട് ഈ ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്തിട്ട് ഫ്രീ സ്ട്രീമിൽ എത്തണമെങ്കിൽ കൂടുതൽ ഡിസ്റ്റൻസ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യേണ്ടി വരും. മീൻസ് ആ ബൗണ്ടറി ലെയർ ബൗണ്ടറി ലെയറിന് ഒരു ഗ്രോത്ത് വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ പറഞ്ഞ സെൻറ്റൻസിൻ്റെ മീനിങ്. ഓക്കെ, ഇനി ലാമിനാർ ബൗണ്ടറി ലെയർ. ഈ ബൗണ്ടറി ലെയർ റീജിയൺ തന്നെ ഈ ഫ്ലാറ്റ് പ്ലേറ്റിലൂടെ ആ ബൗണ്ടറി ലെയർ ഡെവലപ്പ് ചെയ്ത് ഇതിൻ്റെ തിക്നെസ് ഈ ഒരു ഡയറക്ഷനിൽ അതിൻ്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതിന് തന്നെ ഡിഫറെൻറ്റ് ബൗണ്ടറി ലെയർ റീജിയൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ, ലാമിനാർ ബൗണ്ടറി ലെയർ. Near the leading edge of the surface of the plate, flow in the boundary layer is laminar even though main flow is turbulent. In this region, the fluid moves layer by layer parallel to plate surface. This layer of fluid is said to be laminar boundary layer.
ഓക്കെ, മെയിൻ ഫ്ലോ ടർബുലൻറ്റ് വരുന്നത് ടർബുലൻറ്റ് ഫ്ലോ ആണെങ്കിൽ പോലും ഈ ഒരു ബൗണ്ടറി ലെയറിൻ്റെ അകത്ത് ആ ലീഡിങ് എഡ്ജിന് അടുത്തായിട്ട് എന്തായിരിക്കും ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ആ ഒരു ബൗണ്ടറി ലെയറിൻ്റെ അകത്താണ് പറയുന്നത്. അവിടെ ഫ്ലോ എന്തായിരിക്കും ലാമിനാർ എന്ന് വെച്ചാൽ ഹൈലി ഓർഡേർഡ് ഫ്ലൂയിഡ് മോഷൻ. ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഓൾമോസ്റ്റ് എന്തായിരിക്കും ലെയർ ബൈ ലെയർ ആയിട്ട് ഓൾമോസ്റ്റ് സർഫസിന് പാരലായിട്ട് മൂവ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു ചെറിയൊരു റീജിയണിൽ. അതാണ് അതിന് കറസ്പോണ്ടിങ് ബൗണ്ടറി ലെയർ എന്ന് പറയും, ലാമിനാർ ബൗണ്ടറി ലെയർ എന്ന് പറയും. The length of the plate from the leading edge up to which laminar boundary layer exists is called laminar zone. ഇതാണ് ലാമിനാർ സോൺ എന്ന് പറയുന്നത്. ആ ലീഡിങ് എഡ്ജിൽ നിന്ന് എത്രത്തോളം ലെങ്ത്തിലാണ് ആ ലാമിനാർ ബൗണ്ടറി ലെയർ എക്സിസ്റ്റ് ചെയ്യുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത്ത്, അതിനെന്താണ് ലാമിനാർ സോൺ. ഈ ഫിഗറിൽ ഞാൻ AB എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാനിപ്പം അത് ലാമിനാർ ബൗണ്ടറി ലെയർ ആണെന്ന് പറഞ്ഞു. പക്ഷെ എത്ര ലെങ്ത്തിലേക്കാണ് ലാമിനാർ ബൗണ്ടറി ലെയർ, അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വേണം. അത് യൂസ് ചെയ്യുന്നത് എന്താണ്, റെയ്നോൾഡ്സ് നമ്പറാണ്. ദ ഡിസ്റ്റൻസ് ഫ്രം ദ ലീഡിങ് എഡ്ജ് അപ് ടു വിച്ച് ലാമിനാർ ബൗണ്ടറി ലെയർ എക്സിസ്റ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം റെയ്നോൾഡ്സ് നമ്പർ. ഈ ലീഡിങ് എഡ്ജിൽ നിന്ന് ത്രൂ ഔട്ടായിട്ട് ലാമിനാർ ബൗണ്ടറി ലെയർ ഒന്നും ആയിരിക്കില്ല. അത് ഏത് വരെയാണ് ആ ലെങ്ത്ത് നമുക്ക് അറിയണമെങ്കിൽ ആര് യൂസ് ചെയ്യണം, റെയ്നോൾഡ്സ് നമ്പർ യൂസ് ചെയ്യണം. ഇനി ഫോർ എ ഫ്ലോ ഓവർ ഫ്ലാറ്റ് പ്ലേറ്റ് റെയ്നോൾഡ്സ് നമ്പർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, റെയ്നോൾഡ്സ് നമ്പർ at any location x is equal to u into x by nu. u എന്ന് വെച്ചാൽ ഫ്രീ സ്ട്രീം വെലോസിറ്റി. നമ്മളെ നോർമലി പൈപ്പ് ഫ്ലോയിൽ റെയ്നോൾഡ്സ് നമ്പർ എന്നായിരുന്നു യു ഡി ബൈ ന്യൂ ആയിരുന്നു. യു അല്ലെങ്കിൽ വി ഡി ബൈ ന്യൂ ആയിരുന്നു അന്നേരം വി ആയിരുന്നു വെലോസിറ്റി സിമ്പിൾ യൂസ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ഇവിടെ യു ഇൻറ്റു എക്സ് ബൈ ന്യൂ. എക്സ് എന്ന് പറഞ്ഞാൽ ആ ലീഡിങ് എഡ്ജിൽ നിന്ന് ആ ലൊക്കേഷനിലോട്ടുള്ള ഡിസ്റ്റൻസ്. യു എന്ന് വെച്ചാൽ ഫ്രീ സ്ട്രീം വെലോസിറ്റി, ന്യൂ എന്ന് വെച്ചാൽ കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ്. ഓക്കെ, ഇനി അത് ലാമിനാർ ഫ്ലോ ആണെങ്കിൽ, ലാമിനാർ റീജിയൺ ആണെങ്കിൽ ആ റെയ്നോൾഡ്സ് നമ്പർ എന്തായിരിക്കും ലെസ് ദാൻ 5 × 10⁵ ആയിരിക്കും. ഞാനിപ്പം ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ എടുക്കുന്നത് എക്സിൻ്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ എക്സ് എടുത്തിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് നമുക്ക് റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ബാക്കി നമുക്ക് യു അറിയുന്നുണ്ടാവും, ന്യൂ അറിയുന്നുണ്ടാവും. ഓക്കെ, ചെയ്ത് കിട്ടുന്നത് ലെസ് ദാൻ 5 × 10⁵ ആണെങ്കിൽ ലാമിനാർ ബൗണ്ടറി ലെയർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഏത് എക്സ് വരെയാണ് ലാമിനാർ ബൗണ്ടറി ലെയർ എക്സിസ്റ്റ് ചെയ്യുന്നത് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ 5 × 10⁵ വെക്കുക. പിന്നെ യു അറിയാം, ന്യൂ അറിയെങ്കിൽ എനിക്ക് ആരെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, എക്സിൻ്റെ വാല്യൂ കിട്ടും. മീൻസ് ആ ലീഡിങ് എഡ്ജിൽ നിന്ന് ഏത് ഡിസ്റ്റൻസ് വരെയാണ് ലാമിനാർ ബൗണ്ടറി ലെയർ എക്സിസ്റ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. എന്ത് ചെയ്താൽ മതി, ഇതിന് 5 × 10⁵ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അടുത്തത് ടർബുലൻറ്റ് ബൗണ്ടറി ലെയർ പ്ലസ് ട്രാൻസിഷൻ കൂടെ പറയുന്നുണ്ട്. ഓക്കെ, ഇഫ് ദ ലെങ്ത് ഓഫ് ദ പ്ലേറ്റ് ഈസ് മോർ ദാൻ ഡിസ്റ്റൻസ് കറസ്പോണ്ടിങ് ടു ലാമിനാർ ബൗണ്ടറി ലെയർ ദ തിക്നെസ് ഓഫ് ദി ബൗണ്ടറി ലെയർ വിൽ ഗോ ഓൺ ഇൻക്രീസിങ് ഇൻ ദ ഡൗൺ സ്ട്രീം ഡയറക്ഷൻ. ഓക്കെ, ഈ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ലെങ്ത്തുള്ള പ്ലേറ്റ്, ആ ലാമിനാർ ബൗണ്ടറി ലെയർ എക്സിസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ ലെങ്ത്ത് ഉണ്ടെങ്കിൽ പിന്നെ എന്താ ബൗണ്ടറി ലെയറിന് ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. ബൗണ്ടറി ലെയർ തിക്നെസ് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ പിന്നെ ഒരു ലൊക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ ആ ബൗണ്ടറി ലെയറിൻ്റെ നേച്ചർ എന്തായിരിക്കും, ലാമിനാർ ആയിരിക്കില്ല, അതിൽ നിന്ന് ട്രാൻസിഷൻ വരും. ഓക്കെ, then the laminar boundary layer becomes unstable and motion of fluid within it is disturbed, which leads to transition from laminar to turbulent boundary layer. This short length over which boundary layer flow changes from laminar to turbulent is called transition zone. ഈ ഫിഗറിൽ EF എന്ന് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ലെങ്ത്തിന് ശേഷം പിന്നെന്താണ് ആ ഫ്ലൂയിഡിൻ്റെ ഹൈലി ഓർഡേർഡ് മോഷൻ അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഫ്ലൂയിഡ് മോഷൻ എന്തായി, ഡിസ്റ്റർബ്ഡായി, ആ ലെയർ ബൈ ലെയർ മോഷൻ ഡിസ്റ്റർബ്ഡായി. പിന്നെന്താ ട്രാൻസിഷൻ സംഭവിച്ചു. ആ ലാമിനാറിന് ടർബുലൻ്റ് ഒരു ചെറിയ ഷോർട്ട് ലെങ്ത്തിൽ എന്ത് സംഭവിക്കും, ആ ലാമിനാറിന് നേരെ ടർബുലൻ്റ് ഹൈലി സിക്സാഗ് മോഷനിലോട്ട് അത് പോകും ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ്. ആ ഒരു ട്രാൻസിഷൻ നടക്കുന്ന റീജിയനാണ് ഷോർട്ട് റീജിയൻ. അതാണ് EF എന്ന് പറഞ്ഞിരിക്കുന്നത്, ട്രാൻസിഷൻ സോൺ. Further downstream the transition zone, the boundary layer is turbulent and continues to grow in thickness. The region of boundary layer is called turbulent boundary layer, which is shown by the portion FG. ട്രാൻസിഷന് ശേഷം പിന്നെന്താണ് ഈ ഒരു റീജിയനിൽ എന്നാണ് സംഭവിക്കുന്നത്, പിന്നെ ടർബുലൻറ്റ് ബൗണ്ടറി ലെയറായി. എന്തെങ്കിലും ഒരു സ്മോൾ ഡിസ്റ്റർബൻസ് അവിടെ ഉണ്ടെങ്കിൽ പിന്നെന്താ അതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിസ്കസ് എഫക്റ്റിന് പറ്റില്ല. അതെന്ത് ചെയ്യും, ഇൻറ്റൻസിഫൈ ചെയ്യും.
മീൻസ് ആ ടർബുലൻസ് സോണിൽ നമ്മളെ നോർമൽ ടർബുലൻസിൻ്റെ കൺസെപ്റ്റ് തന്നെയാണ്. ആ ടർബുലൻസ് സോണിൽ എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് ഡിസ്റ്റർബൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗെറ്റ് ഇൻറ്റൻസിഫൈ. ഓക്കെ, ഹൈലി ഡിസോർഡേർഡ് മോഷനായിരിക്കും ഉണ്ടാവുക ഈ ഒരു റീജിയനിൽ. ഇനി ഈ ലാമിനാർ ബൗണ്ടറി ലെയറിൽ നോക്കുന്ന സമയത്ത് വെലോസിറ്റി പ്രൊഫൈൽ നോർമലി പരാബോളിക് വെലോസിറ്റി പ്രൊഫൈലാണ് ഇവിടെ ഉണ്ടാവുക. ടർബുലൻറ്റിലോട്ട് വരുന്ന സമയത്ത് സം ലോഗ് അല്ലെങ്കിൽ പവർ ലോ ആയിരിക്കും അവിടെ ഫോളോ ചെയ്യുന്നുണ്ടാവുക. ടർബുലൻറ്റ് ബൗണ്ടറിയുടെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ടർബുലൻറ്റ് റീജിയനിൽ. ഇനി ഒരു ലാമിനാർ സബ് ലെയർ ഞാനിവിടെ ചെറിയൊരു റീജിയൻ കാണിച്ചിട്ടുണ്ട്, ഒരു CD എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ, അതിൻ്റെ താഴെ ആക്ട് ചെയ്യുന്നത് എന്തായിരിക്കും, ലാമിനാർ സബ് ലെയർ എന്ന് പറയും. ഓക്കെ, ഇവിടെ ടർബുലൻ്റ് ആണെങ്കിൽ പോലും ആ നിയർ ദ പ്ലേറ്റ്, ചെറിയൊരു ഷോർട്ട് ലെങ്ത് നിയർ ദ പ്ലേറ്റിൽ അവിടെ ഡൊമിനേറ്റ് ചെയ്യുന്നത് വിസ്കസ് എഫക്റ്റ് ആയിരിക്കും. വിസ്കസ് എഫക്റ്റ് ഡൊമിനേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്, ലാമിനാർ ലെയർ ആയിരിക്കും അവിടെ ഉണ്ടാവുക. This is the region in the turbulent boundary layer zone adjacent to the solid surface of the plate. In this zone, velocity variation is influenced only by viscous effect. അതായത് ഇനർഷ്യ എഫക്റ്റ് ഡോമിനേറ്റ് ചെയ്യാതെ വിസ്കസ് എഫക്റ്റ് വല്ലാണ്ട് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു റീജിയൻ ടർബുലൻ്റ് ബൗണ്ടറി ലെയർ റീജിയനിൽ നിയർ ടു ദി വാൾ അല്ലെങ്കിൽ നിയർ ടു ദി സോളിഡ് ബോഡി ഉണ്ടാവും. അതിനെ പറയുന്ന പേരാണ് ലാമിനാർ സബ് ലെയർ. ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. Though the velocity distribution would be parabolic curve in laminar sublayer zone, but in view of very small thickness, we can reasonably assume that velocity variation is linear, and so the velocity gradient can be considered constant. Okay, normally ഞാൻ പറഞ്ഞു ലാമിനാർ റീജിയനിലാണെങ്കിൽ വെലോസിറ്റി പ്രൊഫൈൽ എന്തായിരിക്കും, പരാബോളിക് പ്രൊഫൈലായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഈ ലാമിനാർ സബ് ലെയർ അതിൻ്റെ തിക്നെസ് വളരെ ചെറുതായതുകൊണ്ട് ആ പരാബോളിക് നേച്ചർ നമുക്ക് തൽക്കാലം നെഗ്ലക്റ്റ് ആയിട്ട് ലീനിയറായിട്ട് അസ്യൂം ചെയ്യാം. ലീനിയറായിട്ട് അസ്യൂം ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്തായാലും കൺസിഡർ ചെയ്യുക, കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ഷിയർ സ്ട്രെസ്സിൻ്റെ എക്സ്പ്രഷൻ അങ്ങനെ മാറാം. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി നമുക്ക് ഫോളോ ചെയ്ത് വരുന്ന സമയത്ത് therefore shear stress in laminar sublayer would be constant and is equal to boundary shear stress tau naught. എന്നിട്ടും ടോ നോട്ട് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. അതിന് പകരം എന്ത് എഴുതാൻ വേണ്ടി പറ്റും, അല്ല ടോ ഈസ് ഈക്വൽ മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈക്ക് പകരം എന്ത് എഴുതാം, ആ ഡോ യു ബൈ ഡോ വൈ അല്ലെങ്കിൽ ഡി യു ബൈ ഡി വൈനെ മാറ്റിയിട്ട് എന്ത് ചെയ്യുക, യു ബൈ വൈ എഴുതാൻ വേണ്ടി പറ്റും. കാരണം ഇതിൻ്റെ തിക്നെസ് വളരെ സ്മോളായിട്ട് അസ്യൂം ചെയ്യുന്നതുകൊണ്ട് അവിടെ ആ പരാബോളിക് നേച്ചർ മാറ്റിയിട്ട് നമുക്ക് ലീനിയർ നേച്ചർ അസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഇക്വേഷൻ വരുന്നത് ടോ നോട്ട് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു യു ബൈ വൈ. അടുത്ത ടോപ്പിക്ക് ബൗണ്ടറി ലെയർ തിക്നെസ് denoted by the symbol delta. It is defined as the distance from the boundary of solid body measured in the y direction to the point where velocity of fluid is approximately equal to 0.99 times free stream velocity of the fluid. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് ഫ്രീ സ്ട്രീം വെലോസിറ്റി എന്നല്ല ഉപയോഗിക്കുന്നത്, നമ്മൾ നോർമലി അനാലിസിസിൽ ഉപയോഗിക്കുന്നത് 99% അല്ലെങ്കിൽ 0.99 ടൈംസ് ഫ്രീ വെലോസിറ്റി. ഇവിടെ വെലോസിറ്റി പാർട്ടിക്കിൾ എന്താണ്, 0 ആയി. പിന്നെ ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു സെക്ഷനിലാണ് പറയുന്നത്, ഈ ഒരു സെക്ഷനിൽ വെലോസിറ്റി, ആ സെക്ഷനിൽ വെലോസിറ്റി വെക്ടറാണ് കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ആരോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വെലോസിറ്റി എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്ത് വന്നിട്ട് എന്ത് ചെയ്യും, ഒരു ലൊക്കേഷനിൽ എത്തുന്ന സമയത്ത് ഫ്രീ സ്ട്രീം വെലോസിറ്റിയിൽ 0.99 ടൈംസ് എത്തും. ആ ഒരു ലൊക്കേഷനിലോട്ട് ഈ ഒരു സോളിഡ് ബോഡിയിൽ നിന്നുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അതാണ് ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഡിസ്റ്റൻസ് ഫ്രം ദ ബൗണ്ടറി ഓഫ് സോളിഡ് ബോഡി മെഷേർഡ് ഇൻ വൈ ഡയറക്ഷൻ. ഇതാണ് വൈ ഡയറക്ഷൻ. സോളിഡ് ബോഡിയിൽ നിന്ന് വൈ ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ടു ദി പോയിൻ്റ്, ഏത് പോയിന്റിൽ, വേർ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, അല്ലെങ്കിൽ ആ ഫ്ലോ വെലോസിറ്റി എന്തായിരിക്കണം, അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു 0.99 ടൈംസ് ഫ്രീ സ്ട്രീം വെലോസിറ്റി ആയിരിക്കണം. ഇവിടെ എന്ന് വെച്ചാൽ സീറോ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് ഈ ഒരു ലൊക്കേഷനിൽ എത്തുന്ന സമയത്ത് 0.99 ടൈംസ് ഫ്രീ വെലോസിറ്റി, ആ ഒരു പോയിന്റിലോട്ടുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അതാണ് ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും, ഈ ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും വരുന്ന സമയത്ത് ഡെൽറ്റ ഓഫ് എക്സ് എഴുതണം, കാരണം ഈ ഒരു പോയിന്റിൽ നിന്ന് ബൗണ്ടറി ലെയർ തിക്നെസ് ഇത്രയാണ്, ഇവിടുന്ന് ബൗണ്ടറി ലെയർ തിക്നെസ് ഇത്ര, ഇനി ഇവിടുന്ന് പോകുന്ന സമയത്തോ ബൗണ്ടറി ലെയർ തിക്നെസ് ഇത്ര. മീൻസ് എന്ന് വെച്ചാൽ അതൊരു ഫിക്സഡ് വാല്യൂ എന്നല്ല അതിൻ്റെ മീനിങ്. ആരെ ഡിപ്പെൻഡ് ചെയ്യും, ലീഡിങ് എഡ്ജ് എന്നുള്ള ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും ബൗണ്ടറി ലെയർ തിക്നെസ്. അതായത് തിക്നെസ് ഓഫ് ബൗണ്ടറി ലെയർ ഇൻക്രീസസ് ആസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദ ലീഡിങ് എഡ്ജ് ഓഫ് ദി പ്ലേറ്റ് ഇൻക്രീസസ്.
പിന്നെ ബൗണ്ടറി ലെയർ തിക്നെസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീ സ്ട്രീം വെലോസിറ്റി. ഇപ്പം ഒരു പർട്ടിക്കുലർ യൂലാന്നില്ല, ഇനി ഹയർ ഫ്രീ സ്ട്രീം വെലോസിറ്റി ആണെങ്കിൽ എന്തായിരിക്കും, കറസ്പോണ്ടിങ് ആയിട്ട് ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇനി അതേപോലെ ഫ്രീ സ്ട്രീം വെലോസിറ്റി കുറയുന്ന സമയത്ത് എന്തായിരിക്കും, വെലോസിറ്റി കുറയുന്ന സമയത്ത് ബൗണ്ടറി ലെയർ തിക്നെസ് ഇൻക്രീസ് ചെയ്യും. അതേപോലെ അതുമാത്രമല്ല വിസ്കോസിറ്റി, കൈനമാറ്റിക് വിസ്കോസിറ്റിക്കും എഫക്റ്റ് ഉണ്ട്. വരുന്ന ഫ്ലൂയിഡിൻ്റെ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഹൈ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബൗണ്ടറി ലെയർ തിക്നെസ്സിന് ഇൻക്രീസ് ഉണ്ടാവും. ഓക്കെ, അതും കൂടെ ശ്രദ്ധിക്കണം. ഇതാണ് ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുന്നത്.